ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയവാദ പ്രത്യയശാസ്ത്രത്തെ ഇന്ന് ഫാഷിസമായി രൂപാന്തരം പ്രാപിച്ച ആ വർഗീയവാദ പ്രത്യയശാസ്ത്രത്തെ തുടക്കം മുതലേ ആമൂലാഗ്രം അതിനിശിതമായി വിമർശിക്കുകയും അനാവരണം ചെയ്യുകയും ചെയ്തു പോന്ന ചരിത്രകാരനാണ് കെ.എൻ. പണിക്കർ. ആ കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതുപോലെ ചരിത്ര പുസ്തകങ്ങളുടെ വക്രീകരണവും വർഗീയവൽക്കരണവും തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, ഗുജറാത്ത് കലാപാനന്തരം അല്ലെങ്കിൽ ഗുജറാത്ത് വംശഹത്യാനന്തരം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു പൊതുജന ബുദ്ധിജീവി, പബ്ലിക് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർ കെ.എൻ. പണിക്കർ ഇന്ത്യയുടെ ചരിത്ര ചക്രവാളത്തിൽ പതിറ്റാണ്ടുകളായി ജ്വലിച്ചു നിന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പതിറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ ബിഫോർ ദി നൈറ്റ് ഫോൾസ്, ഇരുൾ വീഴും മുമ്പേ എന്നതാണ്. അത് മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ മതനിരപേക്ഷ ജനാധിപത്യം നേരിടുന്ന ഭീഷണിയെക്കുറിച്ചും അതിനെ നേരിടേണ്ട മാർഗങ്ങളെക്കുറിച്ചും ഗഹനമായി എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രകാരൻ കൂടിയാണ്. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ്, പബ്ലിക് ഇൻ്റലക്ച്വൽ എന്നൊക്കെ പറയും, പൊതുജന ബുദ്ധിജീവിയും അതേപോലെ തന്നെ ആക്ടിവിസ്റ്റ് ചരിത്രകാരനുമായിരുന്നു. ഗുജറാത്ത് വംശഹത്യ നടന്നപ്പോൾ 2002 അവിടെ സന്ദർശിക്കുകയും മാറാട് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ സന്ദർശിക്കുകയും ചരിത്രത്തെ വെട്ടിത്തിരുത്തുന്ന പ്രക്രിയ ആദ്യത്തെ വാജ്പേയി ഗവൺമെൻറ് ആരംഭിച്ച കാലം മുതൽ തന്നെ അതിനെതിരെ, ചരിത്രത്തെ വക്രീകരിക്കുന്ന, വർഗീയവൽക്കരിക്കുന്ന ഈ അനാശാസ്യമായ പ്രവണതക്കെതിരെ അത് തുടങ്ങിയ കാലം മുതൽ തന്നെ അതിശക്തമായ നിലപാടെടുത്ത ചരിത്രകാരൻ കൂടിയായിരുന്നു കെ.എൻ. പണിക്കർ. അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. കേരളത്തെപ്പറ്റി എഴുതിയതിൽ ഏറ്റവും ശ്രദ്ധേയമായതും വേറിട്ടു നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ മലബാർ കലാപത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ തലക്കെട്ട് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എഗൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഔദ്യോഗിക ഭരണകർത്താക്കളും ചില ചരിത്രകാരന്മാരും മറ്റു ചിലരുമൊക്കെ ഈ കലാപത്തെ തികഞ്ഞ വർഗീയ കലാപമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ കലാപത്തിൻ്റെ സങ്കീർണതകൾ അന്വേഷിക്കുകയും കലാപം അടിസ്ഥാനപരമായി മലബാറിലെ ജന്മിമാർക്കും അതുപോലെ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കും എതിരായിരുന്നു. ജന്മിമാരോടൊത്ത് ജന്മിമാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ അധികാര വ്യവസ്ഥക്കുമെതിരായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന പഠനം ഗ്രാംഷിയൻ വിചാരത്തിൻ്റെ ഉൾക്കാഴ്ചയോടെ അദ്ദേഹം 1980കളുടെ ഒടുവിൽ പ്രസിദ്ധീകരിച്ചു. ആ ഗ്രന്ഥം പിന്നീട് സവിശേഷ അക്കാദമിക ലോകത്തും പുറത്തും സവിശേഷ ശ്രദ്ധ നേടുകയും മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം എത്തുന്ന നിഗമനം ഈ പാരമ്പര്യ ബുദ്ധിജീവികളെക്കുറിച്ച്, ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസിനെ കുറിച്ച് ഗ്രാംഷി നടത്തിയ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കുകയും പൊതുവിൽ ഇൻ്റലക്ച്വൽസിനെ കുറിച്ച്, ബുദ്ധിജീവികളെക്കുറിച്ച് ഗ്രാംഷി 2 തരം ബുദ്ധിജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്, ജൈവ ബുദ്ധിജീവികൾ; ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ്, പരമ്പരാഗത ബുദ്ധിജീവികൾ. അപ്പോൾ 1836 തൊട്ടുള്ള ഒരുപാട് ചെറു കലാപങ്ങളുണ്ട്. അപ്പോൾ 1921 കലാപം ഒറ്റപ്പെട്ട സംഭവമല്ല. 19ാം നൂറ്റാണ്ടിലുടനീളം ചെറുതും ഇടത്തരവുമായ കലാപങ്ങൾ ഈ മലബാർ, ഏറനാട്, വള്ളവനാട് മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. 1836 മുതലെങ്കിലുമുള്ള കലാപചരിത്രം അദ്ദേഹം അനാവരണം ചെയ്യുന്നുണ്ട്. അതിൽ മട്ടന്നൂർ, മഞ്ചേരി കലാപം 1850 ആ കാലഘട്ടത്തിൽ മട്ടന്നൂർ കലാപം, കൊളത്തൂർ കലാപം, അത് കുറച്ചുകൂടി വലുതായിരുന്നു. ഇത്ര വലുതല്ല, എന്നാലും വലുതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കലാപ പാരമ്പര്യം, ബ്രിട്ടീഷ് ഭരണവ്യവസ്ഥ
കൊളോണിയൽ ഭരണവ്യവസ്ഥ ഇവിടെ സ്ഥാപിതമായത് മുതൽ ജന്മിമാർക്ക് അതുവരെ അവർക്ക് കിട്ടാതിരുന്ന പലതരം കീഴ്വഴക്കങ്ങളും കിട്ടുകയും എന്നുവെച്ചാൽ അന്ന് വരെ കിട്ടാതിരുന്നത് ബ്രിട്ടനിലെ ജന്മിമാർക്ക് തുല്യമായി ഇവിടുത്തെ ജന്മിമാർ കണക്കാക്കുകയും ജന്മിമാരെ ബ്രിട്ടീഷ് ഭരണത്തിനുള്ള കവചമായി ഉപയോഗിക്കുകയും ജന്മിമാർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമാവുകയും ചെയ്തപ്പോൾ കുടിയൊഴിപ്പിക്കൽ എന്ന പ്രക്രിയ സർവ്വസാധാരണമായി. അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ടായിരുന്നു. അതിനു പുറമെ എവിക്ഷൻ, കുടിയൊഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കുടിയാനെ സംബന്ധിച്ചിടത്തോളം അത് വാസ്തവത്തിൽ മരണതുല്യമായ ജീവസന്ധാരണം അസാധ്യമാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെതിരെ കലാപത്തിന് പ്രേരിപ്പിക്കാൻ ഒരു ഐഡിയോളജി, അന്ന് 19-ാം നൂറ്റാണ്ടിൽ ദേശീയവാദമില്ല, നാഷണലിസമില്ല, അല്ലെങ്കിൽ സോഷ്യലിസമില്ല. അപ്പോൾ ഈ കലാപത്തിനെതിരെ എന്ന് വെച്ചാൽ ചൂഷണത്തിനെതിരെ, ചൂഷിതർക്കെതിരെ കലാപം നടത്തേണ്ടത് അനിവാര്യതയാണെന്നും അതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഈ മലബാറിലെ കർഷക ജനസാമാന്യത്തെ ഉദ്ബുദ്ധമാക്കിയതിൽ പാരമ്പര്യ ബുദ്ധിജീവികൾക്ക് ഗണ്യമായ പങ്കുണ്ട്. അപ്പോൾ ഈ പഠനത്തിൽ അദ്ദേഹം അതുവരെ നിലവിലുണ്ടായിരുന്ന പല പഠനങ്ങളെയും, സ്റ്റീഫൻ ഡെയിലിൻ്റെ ദ മാപ്ലാസ് ഓഫ് മലബാർ, അത് പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ വ്യാഖ്യാനങ്ങൾ പുതിയ കുപ്പിയിലാക്കിയ വീഞ്ഞാണെന്ന് അദ്ദേഹം ഉപസംഹാരത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. മറ്റു പല ചരിത്രകാരന്മാരും ഈ പഠനത്തെപ്പറ്റി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അത് കർഷക സമരമായിരുന്നു, അത് തീർത്തും വർഗീയമായിരുന്നു, അല്ലെങ്കിൽ അത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരേ സമയം സാമ്രാജ്യത്വ വിരുദ്ധവും അതേസമയം തന്നെ ഭൂപ്രഭുവാഴ്ച വിരുദ്ധവും ആയിരുന്നു എന്ന് സമർത്ഥിക്കവേ തന്നെ ഈ കലാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ ആശയലോകത്തിൻ്റെ അക്കാലത്തെ സങ്കീർണതകളും ധാരകളും സമർത്ഥമായി അനാവരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കെ എൻ പണിക്കറിനെ പറ്റി ഇന്ത്യയിൽ പൊതുവെ വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയവാദ പ്രത്യയശാസ്ത്രത്തെ, ഇന്ന് ഫാഷിസമായി രൂപാന്തരം പ്രാപിച്ച ആ വർഗീയവാദ പ്രത്യയശാസ്ത്രത്തെ തുടക്കം മുതലേ ആമൂലാഗ്രം അതിനിശിതമായി വിമർശിക്കുകയും അനാവരണം ചെയ്യുകയും ചെയ്തു പോകുന്ന ചരിത്രകാരനാണ് കെ എൻ പണിക്കർ. ഒരു പക്ഷേ റോമില താപ്പർ അതുപോലെ വളരെ ഹിന്ദുത്വവാദികൾക്ക് ഒട്ടും രസിക്കാത്ത, വലിയ തോതിൽ ഹിന്ദുത്വവാദികൾക്ക് അലോസരമുണ്ടാക്കുന്ന ചരിത്രകാരന്മാരിൽ മുൻപന്തിയിലായിരുന്നു കെ എൻ പണിക്കർ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് മലയാളത്തിലെ ചില പ്രമുഖ വാരികകളിലും അതുപോലെ ഇംഗ്ലീഷിലെ ചില പ്രമുഖ വാരികയിലും ഇൻ്റർവ്യൂ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അക്കാലത്ത് കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കറകളഞ്ഞ ഒരു മതനിരപേക്ഷവാദി, അതുപോലെ തന്നെ കറകളഞ്ഞ ഒരു ഭൂരിപക്ഷ വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു ചരിത്ര വ്യക്തിത്വം എന്ന നിലയിലാണ് അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന നിലയിൽ അദ്ദേഹം അക്കാഡമിക് ലോകത്തിന് വേണ്ടി ഉള്ള ചരിത്രം മാത്രമല്ല, അദ്ദേഹം നിരന്തരമായി അഭിമുഖങ്ങൾ നൽകുകയും അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാദമിക ചരിത്രങ്ങൾ കൂടുതൽ ജനകീയമായ തലത്തിലേക്ക് വായിക്കപ്പെടാൻ വേണ്ടി മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പത്രങ്ങളിലും വാരികകളിലുമൊക്കെ സ്ഥിരമായി എഴുതുകയും വർഗീയ ചരിത്ര രചനയുടെ അപകടത്തിൻ്റെ മഹാപടുകുഴിയെപ്പറ്റി നിരന്തരം ആഴത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്ത ചരിത്രകാരനായിരുന്നു കെ എൻ പണിക്കർ. ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ബാബരി മസ്ജിദ് ആ കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതുപോലെ ചരിത്ര പുസ്തകങ്ങളുടെ
ഈ വക്രീകരണവും വർഗീയവൽക്കരണവും തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, ഗുജറാത്ത് കലാപാനന്തരം അല്ലെങ്കിൽ ഗുജറാത്ത് വംശഹത്യാനന്തരം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു പൊതുജന ബുദ്ധിജീവി, പബ്ലിക് ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം തന്നെ അദ്ദേഹവും ഒന്ന് രണ്ട് ചരിത്രകാരന്മാരും കൂടി ഉൾപ്പെട്ട ടുവേർഡ്സ് ഫ്രീഡം എന്ന പ്രൊജക്റ്റാണ്. അതിൻ്റെ വോളിയംസ് അക്കാലത്ത് വാജ്പേയി ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നു. കാരണം അവർക്ക് രസിക്കാത്ത ചരിത്രങ്ങളെ അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ പൂർണ്ണമായും ഒഴിവാക്കുകയും അല്ലെങ്കിൽ തമസ്കരിക്കുകയും അല്ലെങ്കിൽ അടിച്ചമർത്തുകയും തങ്ങൾക്ക് അഭിമതമായ വക്രീകരിക്കപ്പെട്ട ചരിത്ര വ്യാഖ്യാനങ്ങളെ കൊണ്ടുവരികയുമാണ് അക്കാലം മുതൽ ചെയ്തു പോരുന്നത്. അപ്പോൾ ചരിത്രമല്ല, വാസ്തവത്തിൽ ഫിക്ഷണലൈസേഷൻ ഓഫ് ഹിസ്റ്ററി എന്നാണ് അതിന് പറയേണ്ടത്. ചരിത്രത്തിൻ്റെ കൽപ്പിത കഥാവൽക്കരണം. ഈ കൽപ്പിത കഥാവൽക്കരണത്തിൽ വലിയ തോതിലുള്ള വർഗീയവൽക്കരണവും കൂടിച്ചേർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കൽപ്പിത കഥയെ ചരിത്രമാക്കുന്ന ഈ ചരിത്രത്തിലെ ഈ പരിപാടിക്കെതിരെ വളരെ മുഴക്കത്തിലുള്ള ശബ്ദമായിരുന്നു കെ.എൻ. പണിക്കരുടേത്. അപ്പോൾ ഇന്ത്യയിലെ ചരിത്ര വിജ്ഞാന ശാഖയിൽ, ചരിത്രജ്ഞാന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവം ശ്രദ്ധിക്കപ്പെടും. കാരണം ആ രീതിയിലുള്ള ചരിത്രകാരന്മാർക്കൊക്കെ 90 വയസ്സും 80 വയസ്സും കഴിഞ്ഞവരാണ്. പുതിയ തലമുറയിൽ ചരിത്രകാരന്മാർ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും പഴയ തലമുറയിലെ ആ ഒരു ഘനഗാംഭീര്യം ഉള്ള ചരിത്രകാരന്മാർ അത്രത്തോളം അങ്ങോട്ട് ഉയർന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വലിയ വിടവായി, ശൂന്യതയായി പലർക്കും അനുഭവപ്പെടുന്നത്. പിന്നെ കെ.എൻ. പണിക്കരുടെ ഒരുപാട് പുസ്തകം, കൾച്ചർ, ഐഡിയോളജി ആൻഡ് ഹെജിമണി പോലുള്ള കൊളോണിയലിസം, റെസിസ്റ്റൻസ്, ധാരാളം പുസ്തകങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലെ ദൈക്ഷണിക ചരിത്രം, സാംസ്കാരിക ചരിത്രം, ഇതൊക്കെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 കൃതികൾ വെച്ച് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലയിരുത്താൻ പറ്റില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഏത് വായനക്കാരൻ്റെയും ചരിത്ര കുതുകിയുടെയും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പുസ്തകമാണ് എഗൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ മലബാർ കലാപത്തിൻ്റെ പഠനത്തിൽ നടത്തിയ ഒരു വിച്ഛേദം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. കലാപത്തിൻ്റെ കാരണങ്ങൾ ഒരു ഏകമുഖ കാരണമല്ലെന്നും എല്ലാ ചരിത്ര സംഭവങ്ങളെയും പോലെ അത് മൾട്ടി കോസൽ എന്ന് പറയുന്ന ബഹുമുഖ കാരണങ്ങളുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളെ അദ്ദേഹം സമഗ്രമായി പരിശോധിക്കുകയും കലാപത്തെക്കുറിച്ചുള്ള ചില ഏകമുഖ വ്യാഖ്യാനങ്ങളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. കലാപം തീർത്തും വർഗീയമായിരുന്നു, കലാപം തീർത്തും കാർഷികമായിരുന്നു, അല്ലെങ്കിൽ കലാപം പൂർണ്ണമായും സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു എന്ന് പറയുന്നതിന് പകരം അതിലെ കാർഷിക മാനങ്ങളെയും സാമ്രാജ്യത്വ വിരുദ്ധ മാനങ്ങളെയും അപഗ്രഥിക്കുകയും കലാപത്തിൽ മതം വഹിച്ച പങ്കിനെ, രചനാത്മകമായ പങ്കിനെ അനാച്ഛാദനം ചെയ്യുകയും അങ്ങനെ കലാപത്തെക്കുറിച്ചുള്ള വേറിട്ട ഒരു ചിത്രം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഒരു സവിശേഷത. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ കലാപം എഗൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് ഈ ജന്മികൾക്കും കൊളോണിയൽ സ്റ്റേറ്റിനുമെതിരെയുള്ള കലാപമായിരുന്നു. കലാപകാരികൾ ഭൂരിഭാഗവും മാപ്പിള കർഷകരും ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ബ്രിട്ടീഷ് ഭരണ ആരംഭം മുതൽ തന്നെ ജന്മിമാർക്ക് കിട്ടിയ കൂടുതൽ അധികാരം കാരണം വളരെയധികം അടിച്ചമർത്തപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട ഒരു ജനവിഭാഗം
തങ്ങളുടെ ചൂഷിതർക്കെതിരെ, മർദ്ദകർക്കെതിരെ നടത്തിയ ഒരുപാട് കലാപങ്ങളുടെ തുടർച്ചയിൽ വന്ന ഒരു വലിയ പൊട്ടിത്തെറിയായിരുന്നു 1921 കലാപം എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. കലാപത്തോട് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ ഇവിടുത്തെ ദേശീയവാദികളും ഒക്കെ പിന്നീട് വെച്ച് പുലർത്തിയ ചില കലാപത്തോട് വെച്ച് പുലർത്തിയ ചില വിമർശനാത്മക സമീപനം കാരണം കലാപാനന്തരം മലബാറിലെ മുസ്ലിം സമൂഹം ഒരു ഷെല്ലിലേക്ക് അവർ പിൻവലിയുകയും രാഷ്ട്രീയമായി അന്തർമുഖരായിത്തീരുകയും അതാണ് പിൽക്കാലത്ത് മുസ്ലിം തന്മേൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഊർജം പകർന്നതെന്നും തൻ്റെ പുസ്തകത്തിൽ ഉപസംഹാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കലാപാനന്തര കേരള രാഷ്ട്രീയത്തിലും മലബാറിൻ്റെ രാഷ്ട്രീയത്തിലും ഈ മലബാർ കലാപം വഹിച്ച പങ്ക് എന്താണ് എന്നതിലേക്ക് സൂചനകൾ തന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്.